നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തടവുകാരൻ എന്നറിയപ്പെട്ടിരുന്ന ഫലസ്തീൻ ബാലനായ യൂസഫ് അൽ സാഖ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. 17 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഗസ സിറ്റിയിലെ അൽ തവറ സ്ട്രീറ്റിലുള്ള യൂസഫ് അൽ സാഖിന്റെ കുടുംബ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയോടെയുള്ള ഈ ഒരു വ്യോമാക്രമണം നടന്നതും ഇദ്ദേഹം കൊല്ലപ്പെട്ടതും. മാതാവ് ഫാത്തിമ അൽ സാഖ് അറസ്റ്റിലായതിനെ തുടർന്ന് 2008 ഇസ്രായേലി ജയിലിൽ വെച്ച് യൂസഫ് സാഖ് ജനിക്കുന്നത്. ആശുപത്രിയിലേക്ക് പോകവെയാണ് ഇസ്രായേൽ സൈന്യം തന്നെ മാതാവിനെ കസ്റ്റഡിയിലെടുത്തത് എന്നതാണ് പറയേണ്ടത്. അറസ്റ്റിലാകുമ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. അറസ്റ്റിന് ശേഷമാണ് ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞത് പോലുമെന്നാണ് പിന്നീട് പറഞ്ഞത്. ജയിലറയ്ക്കുള്ളിൽ വെച്ച് തന്റെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. മോശം പരിചരണവും കഠിനമായ സാഹചര്യങ്ങളോടും പടവെട്ടി തന്നെയാണ് ചെറിയ സെല്ലിലിരുന്ന് അവനെ ആ അമ്മ വളർത്തിയത്. എന്നാൽ 2029 ഇരുവരും ജയിൽ മോചിതരായി. ഹമാസ് കസ്റ്റഡിയിലുള്ള ഇസ്രായേലി സൈനികർ ഗിലാദ് ഷാലിദിന് പകരമായി 20 ഫലസ്തീൻ സ്ത്രീകളെ ഇസ്രായേൽ മോചിപ്പിക്കുന്ന കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് ഇരുവരെയും വിട്ടയക്കുന്നത്. ഫലസ്തീൻ പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പിന്റെയും ഒക്കെ തന്നെയും വലിയൊരു പ്രതീകമായിട്ടാണ് യൂസഫ് വളർന്നതും അറിയപ്പെട്ടതും. അതേസമയം ഗസയിൽ തന്നെ വ്യാപക വ്യോമാക്രമണത്തിലൂടെയും മറ്റുമായി തന്നെ 92 പേരെയാണ് ഇസ്രായേൽ സേന ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കൊലപ്പെടുത്തിയത്. അൽ അഹ്ലി അറബ് ആശുപത്രിയിലെ ജനറൽ സർജൻ ഡോക്ടർ അഹമ്മദ് ഖൻഡിയിലും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. മധ്യ ഗസയിലെ തന്നെ അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം തന്നെയാണ് കാനുകളിൽ വെള്ളം നിറയ്ക്കാൻ കാത്തിരിക്കുന്നതിനിടയിൽ 6 കുട്ടികൾ ഉൾപ്പെടെ 10 പേരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തന്നെ ഇസ്രായേൽ തന്നെ കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ തന്നെ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ എല്ലാ ദിവസവും തന്നെ ഫലസ്തീനികളെ കൊല്ലുന്നുണ്ടെന്ന മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി യഹൂദ് ഓൾമർട്ട് കൂടി വെളിപ്പെടുത്തിയ വാക്കുകൾക്ക് പിന്നാലെ തന്നെയാണ് ഈ ഓരോ വാർത്തയും പുറത്തുവരുന്നത്. അങ്ങനെ ഇസ്രായേലികൾ കുറേയധികം നാളുകളായി നോക്കിയിരുന്ന യൂസഫാണ് മരിച്ചത്. യൂസഫിന്റെ മരണം തന്നെ എല്ലാവരും ഞെട്ടിക്കുന്നതായിരുന്നു. ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തി, ജയിലിൽ ജനിക്കപ്പെട്ടൊരു വ്യക്തി, അതുകൊണ്ട് തന്നെ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും വളരെയധികം ദുസ്സഹമായ അവസ്ഥയിലൂടെ കടന്നുപോയൊരു വ്യക്തി എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഇസ്രായേലി മാധ്യമങ്ങളായ ചാനൽ 12 നൽകിയ അഭിമുഖത്തിലും അതുപോലെ ഹാരറ്റ്സിൽ എഴുതിയ ലേഖനത്തിലുമാണ് യഹൂദ് ഓൾമർട്ട് ഈ കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നത്. സർക്കാർ പിന്തുണയോടെയുള്ള ഈ പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ആരോപിച്ചിട്ടുണ്ട് അദ്ദേഹം. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ഫലസ്തീനികൾക്കെതിരായ ആക്രമണങ്ങളിൽ തന്നെ ഭൂമി കയ്യേറ്റവും തന്നെ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് എന്ന് പറയുന്നു. ഇത് യുദ്ധക്കുറ്റമായി തന്നെ കണക്കാക്കപ്പെടണമെന്നും ഓൾമർട്ട് തന്നെ അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നും പറയാം. ഇസ്രായേൽ സർക്കാരിന്റെ നിശബ്ദതയും ചിലപ്പോൾ പിന്തുണയും ഈ പ്രവർത്തനങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അദ്ദേഹം തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിന്റെ തന്നെ ഓൾമർട്ടിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിലെ തന്നെ മനുഷ്യ അവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യമാണെന്ന് തന്നെ പറയണം. അന്താരാഷ്ട്ര സംഘടനകൾ ആവർത്തിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണിത്. മധ്യ ഗസയിലെ അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം കാനുകളിൽ വെള്ളം നിറയ്ക്കാൻ കാത്തിരിക്കുന്നതിനിടെ 6 കുട്ടികൾ തന്നെ ഉൾപ്പെട്ട 10 പേരെ കൊലപ്പെടുത്തിയതിന്റെ വിശദീകരണവുമായി ഇസ്രായേൽ തന്നെ രംഗത്ത് വന്നേ മതിയാകും. ഫലസ്തീൻ പോരാളിയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ വ്യോമാക്രമണമായിരുന്നുവെന്നും സാങ്കേതിക തകരാറ് കാരണം ദിശ തെറ്റി ജനങ്ങൾക്ക് മേൽ പതിക്കുകയായിരുന്നുവെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയ ചില ന്യായീകരണങ്ങൾ. ആക്രമണത്തിൽ 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇസ്രായേലത്തിന്റെ അവകാശം തന്നെ അംഗീകരിക്കാനാകില്ല എന്ന അന്താരാഷ്ട്ര അഭിഭാഷകയും നെതർലാൻഡിലെ ഉട്രെക്ട് സർവകലാശാലയിൽ നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസറുമൊക്കെയായ ജെസിക്ക ഡോർസി പോലും പ്രതികരിച്ചത്. ജെസിക്ക മാത്രമല്ല, നിരവധി പേരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇത്തരത്തിൽ തന്നെയായിരുന്നുവെന്ന് കൃത്യമായി പറയാൻ സാധിക്കും.